ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 11. അവസാന വാചകം പറഞ്ഞതിനൊപ്പം അവളൊന്ന് തല താഴ്ത്തി. അയാൾ അവളുടെ വയറിന് മുകളിലൂടെയൊന്ന് മെല്ലെ പരതിപ്പോയി. അല്പം ബലം വന്ന് ഉയർന്നതിൻ്റെ ലക്ഷണം ഉടനടി തന്നെ അയാൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്നുള്ളൊരു നിശ്വാസത്തോടെ അയാൾ ആകെ ഒന്ന് അയഞ്ഞു നിന്നു. അടുത്തതായി സ്വന്തം കൈകൾ തൻ്റെ ബെൽറ്റിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായി പിൻവലിച്ച് സാവധാനം അവളെ പിറകോട്ട് അയാൾ തള്ളിമാറ്റി നിർത്തി. ശേഷം കണ്ണുകൾ അല്പം താഴ്ത്തി ആലോചനയിലാണ്ട വിധം അങ്ങനെ നിൽപ്പു തുടങ്ങി. അവൾ എന്തു ചെയ്യണമെന്ന കാര്യം മറന്ന വിധം അങ്ങനെ നിൽക്കുകയാണ്. അല്പസമയം അങ്ങനെ കടന്നു പോയതോടെ വേഗത്തിൽ ശ്വാസം വലിക്കെ തൻ്റെ അയച്ച ബെൽറ്റ് മുറുക്കിയ ശേഷം അവളെ വകവയ്ക്കാതെ യുവാവ് തിരികെ നടന്നു. അയാൾ മെയിൻ ഡോറിലേക്ക് ചെന്നതോടെ ടെസ്സി ഓടി ഒരുവിധം പിന്നാലെ എത്തി. എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ പറയുവാനും ചെയ്യുവാനുമാകാത്ത വിധം. ഡോർ വേഗത്തിൽ തുറന്ന് ശരവേഗത്തിലെന്ന വിധം വന്ന വഴി അയാൾ തിരികെ നടന്നു. അവൾ അതൊന്ന് എത്തി നോക്കിയ ശേഷം പെടുന്നനെ അയാൾ തുറന്നു പൂർത്തിയാക്കാത്ത ഡോറിൽ നിന്ന് പിടുത്തം വിടുവിച്ചത് ശബ്ദമുണ്ടാക്കിപ്പോയ വിധം അടച്ച ശേഷം അതിൽ റൂമിലേക്കായി മലർക്കെ ചാരി നിന്നു. ഇരു കൈകളും പിന്നിലേക്ക് ഡോറിനും അവളുടെ നടുവിനുമിടയ്ക്കായി വെച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. മുഖം മുകളിലേക്ക് ഉയർത്തി ഉമിനീർ ശക്തമായി ഇറക്കി വീണ്ടും ഇറുക്കി കൺപോളകളെ വിഷമം പ്രകടമാക്കി നിന്നു. കോറിഡോറിലൂടെ അന്നത്തെ ജോലി കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു ടെസ്സിയുടെ ഭർത്താവ്. വളരെ വേഗത്തിൽ ദേഷ്യം അടക്കി പിടിച്ചെന്ന വിധം പരിസരത്തിന് യോജിക്കാത്ത വിധവും തനിക്കെതിരെ വരുന്ന കോട്ടും സ്യൂട്ടും ധരിച്ച് യുവാവിനെ അയാളൊന്ന് ശ്രദ്ധിച്ചു. ആദ്യമായി കണ്ടെന്ന വിധം തീർത്തും പരിസരം വകവയ്ക്കാതെ തന്നെ കടന്നുപോയ യുവാവിനെ അയാളൊന്ന് തിരിഞ്ഞു നിന്ന് നെറ്റി ചുളിപ്പിച്ച് നോക്കിപ്പോയി. യുവാവ് പെടുന്നനെ തന്നെ നടന്നകന്ന ശബ്ദം കേൾക്കാമെന്നായ വിധം അയാൾ വന്നപടി തൻ്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ന വിധം ഏതാണ്ടൊരു ഉച്ചയായെന്ന ലക്ഷണം തൻ്റെ റൂമിൽ പ്രകടമായി നിൽക്കുന്ന അവസരത്തിലൊന്നിൽ എന്തോ ജോലി തൻ്റെ മൊബൈലുമായി തുടർന്നു വന്ന് അതിൽ തോറ്റിരിക്കുന്നെന്ന് ഭാവിച്ച് ആ നിരാശ പ്രകടമാക്കി കുറച്ച് നിമിഷങ്ങൾ ടെസ്സി മലർന്നു കിടക്കെ തൻ്റെ വയറിന് മുകളിൽ ഒരു കൈപ്പത്തി സാവധാനം വെച്ച ശേഷം അല്പനിമിഷങ്ങൾ ഒന്നാലോചിക്കും വിധം അതും ബുദ്ധിമുട്ടി തുടർന്നു. ശേഷം ബെഡിൽ ഇട്ടിരുന്ന തൻ്റെ മൊബൈൽ വലത് കൈക്ക് എടുത്ത ശേഷം അതിലൊരു നമ്പർ ഡയൽ ചെയ്തു, മറ്റു ചലനങ്ങളൊന്നും കൂടാതെ. എടി, എന്തു തിരക്കുണ്ടെങ്കിലും വേണ്ടില്ല, എനിക്ക് നിന്നെ കാണണം. അങ്ങേ തലയ്ക്കൽ കോൾ എടുത്തപടി ടെസ്സി ഇങ്ങനെ പറഞ്ഞു തൻ്റെ സുഹൃത്തിനോടെന്ന വിധം. ഞാൻ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാറുള്ളതല്ലേ, പിന്നെ എന്താ, നീ ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി. മറുവശത്തു നിന്നും വന്ന വാചകങ്ങൾക്ക് മറുപടിയായി ധൃതി തൻ്റെ അവസ്ഥയോടൊപ്പം ഭാവിച്ച് അവളിങ്ങനെ പറഞ്ഞു. നന്നായി, എന്നാൽ വേഗം ഇങ്ങ് പോരെ, പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്. പിന്നീടുള്ള വാചകങ്ങൾക്ക് ഇങ്ങനെ അല്പം മാത്രം തണുത്ത മറുപടിയായിരുന്നു അവൾ നൽകിയത്. ശേഷം സമ്മതം ലഭിച്ച മട്ടിൽ മൊബൈൽ പഴയപടി ബെഡിലേക്കിട്ട ശേഷം ആ വലതു കൈയും തൻ്റെ ഇടതു കൈ വെച്ചതുപോലെ ഒപ്പം വയറിന് മുകളിലേക്ക് ചേർത്തു. അതല്പം കൂടി ഉയർന്നതായി തോന്നി. 12. ടെസ്സി തൻ്റെ റൂമിലെ ബെഡിൻ്റെ തലയ്ക്കൽ സ്വന്തം വയറിനെ സംരക്ഷിച്ചെന്ന വിധം സാവധാനം ചാരിയിരിക്കുകയാണ്. അവൾക്കഭിമുഖമായി കയ്യിൽ സ്വന്തം കാറിൻ്റെ കീ അലസമായെന്ന വിധം പിടിച്ചിരിക്കെ ഷർട്ടും പാൻറ്റും ധരിച്ച് ഹണി ഒരു കാല് ബെഡിന് താഴേക്കും മറുകാല് മുട്ടുചരിച്ച് മടക്കി വലത്തെ കാലിൻ്റെ അടിയിലേക്ക് വട്ടവും വെച്ചിരിക്കുകയാണ്. എടി, എനിക്ക് വയ്യ എല്ലാം കൊണ്ടും, അതാ ഞാൻ നിന്നെ നിന്ന നിൽപ്പിലിങ്ങ് വിളിപ്പിച്ചത്. വളരെ സാവധാനം ശബ്ദം താഴ്ത്തി ടെസ്സി മെല്ലെ തുടങ്ങി വെച്ചു, തുടർന്ന് വന്ന നേർത്ത നിശബ്ദതയെ മറച്ചുകൊണ്ട്. ഞാനിന്ന് ലീവ് എടുത്തിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, അതാ നേരെ ഇങ്ങ് പോകുന്നത്. പഴയപടി തന്നെ തുടരവേ ചലനം കൂടാതെ ഹണി ഇങ്ങനെ സാവധാനം മറുപടി നൽകി. നിന്നോടെന്തിനാ ഞാൻ പറയുവാൻ മടിക്കുന്നത്? അവൻ തന്നെ എൻ്റെ പ്രശ്നം. മിഴികൾ അല്പം മിഴിപ്പിച്ചുകൊണ്ടെന്ന് തോന്നിക്കും വിധമാണ് ടെസ്സി ഇങ്ങനെ ഹണിയോട് പറഞ്ഞത്. അടുത്തതായി ഏതാണ്ടൊരു ധാരണ ഉണ്ടെന്ന് തോന്നിക്കും വിധം ഹണി പഴയപടി തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത വാചകത്തിനായി കാത്തങ്ങനെ തുടർന്നു. അല്പനിമിഷങ്ങൾ കഴിയും മുൻപേ തൻ്റെ അല്പം ഉന്തി നിൽക്കുന്ന വയറിനെ വലതു കൈയാൽ തലോടിയ ശേഷം അതിൽ നിന്നും കണ്ണുകളെടുത്ത് ഹണിയെ നോക്കിക്കൊണ്ട് ടെസ്സി പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞായത്, എൻ്റെ ആഗ്രഹം സാധിച്ചു. മറുപടിയായി പെടുന്നനെ എന്തോ പറയുവാൻ തുനിഞ്ഞതാണ് ഹണി. പക്ഷേ അവൾക്കത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അവളത് അതേപടി വിഴുങ്ങി. അല്പനിമിഷങ്ങൾ ഇരുവരും അങ്ങനെ പരസ്പരം നിശബ്ദമായി നോക്കിയിരുന്ന് മുന്നോട്ടു പോയി. ഉച്ചതിരിഞ്ഞു വെയിൽ അവസാനിക്കുന്നതിന് മുൻപുള്ള
വെയിലിൻ്റെ കനക്കലിൻ്റെ ഫലം റൂമിലേക്ക് ഉണ്ടായിരുന്നു. ഭദ്രമാക്കിയ വിൻഡോകളെ കർട്ടനുകൾ മറിച്ച് വീണ്ടും ഭദ്രമാക്കപ്പെട്ടിട്ടു. ഇപ്പോൾ എന്താ നിനക്ക് വിഷമം? അത് നീ എന്നോട് പറ. തൻ്റെ സുഹൃത്തിനെ ഒന്ന് സമാധാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അടങ്ങിയ സന്ദർഭത്തിന് പുറത്ത് ഹണി നിശബ്ദത മറന്ന് ഇങ്ങനെ സാവധാനം ചോദിച്ചു, അതേപടി ഒന്നനങ്ങിയിരുന്ന്. ഇനി കുറച്ചു കാലത്തേക്ക് അവൻ്റെ ആഗ്രഹം നടക്കില്ലെന്നായപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെ ഈ മറുപടി പറയുമ്പോൾ ടെസി അല്പം ഒന്ന് വിതുമ്പുന്നതിൻ്റെ വക്കിലൂടെ സഞ്ചരിച്ചിരുന്നു. നീ അവനെ വിളിച്ചു നോക്കിയിരുന്നു? അവസരോചിതമല്ലെങ്കിലും ചോദിച്ചു പോയി ഹണി ഇങ്ങനെ. ഞാൻ കുറച്ചു ദിവസമായി ഒരുപാട് ട്രൈ ചെയ്തു. അവൻ പോയ മട്ട. ടെസിയുടെ പഴയപടിയുള്ള ഈ മറുപടി കേട്ട് അവസരോചിതമല്ലാത്ത മറ്റു വാചകങ്ങൾ വിഴുങ്ങി ഹണി തുടർന്നു. അവനെ എനിക്ക് തിരിച്ചു വേണമെന്ന ആഗ്രഹമുണ്ട്. അതിനൊരു വഴിയുമില്ല ഇപ്പോൾ എനിക്ക്. ഹണിയുടെ മുഖത്ത് നോക്കി. എന്നാൽ സ്വയം എന്ന വിധം മുഖത്തെ വിഷമം മറയ്ക്കുവാൻ പാടുപെട്ട് അല്പം നീണ്ട നിശബ്ദതയെ തോൽപ്പിച്ച് ടെസി ഇങ്ങനെ പറഞ്ഞു. താൻ ഉദ്ദേശിച്ച വാചകങ്ങൾ തൻ്റെ സുഹൃത്തിൽ നിന്നും പുറത്തു വന്നതിലൊന്ന് ഉണർന്നിരുന്ന ശേഷം ഹണി പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിനക്കിതിൽ ഇത്രയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. സോറി. ഈ വാചകങ്ങളെ ഒരുവിധം മാനിച്ചെന്ന വിധം ടെസി മറുപടിയായി പറഞ്ഞു. നിനക്കല്ലേ എന്നെ മനസ്സിലാകൂ. പക്ഷേ എടി, ഞാൻ വീണുപോയി. ഈ വാചകങ്ങളുടെ ആത്മാർത്ഥത ഉൾക്കൊണ്ടെന്ന വിധം ഹണി തുടർന്നിരുന്നു, സുഹൃത്തിനെ വീക്ഷിച്ച്. എൻ്റെയും പുള്ളിക്കാരൻ്റെയും ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ പേറുന്നത് ഞാൻ. ഈ സന്തോഷത്തിനിടയിൽ അവനെ നഷ്ടമായാൽ എനിക്കൊരിക്കലും അത് സഹിക്കാനാവില്ല. തൻ്റെ സുഹൃത്തിൽ നിന്ന് മുഖമെടുത്ത് മിഴികൾ അല്പം മുകളിലേക്ക് ഉയർത്തിയാണ് വിഷമം വിടാതെ തന്നെ ടെസി ഇങ്ങനെ നീട്ടി പറഞ്ഞത്. പറഞ്ഞു തീർത്തുന്ന നിമിഷം മുതൽ അതേപടി തുടർന്നിരുന്ന ടെസിയെ ഒരു പ്രത്യേക സ്നേഹത്തോടെ എന്ന വിധം നോക്കിയിരുന്നു ഹണി കുറച്ചു നേരം. ഇരുവർക്കും തമ്മിൽ അധികമൊന്നും പറയുവാനും മനസ്സിലാക്കുവാനും ഉണ്ടായിരുന്നില്ല ഇതിലധികവും. അല്പസമയം അങ്ങനെ മുന്നോട്ട് പോയതോടെ ഹണി താൻ ഇരുന്നിടത്തു നിന്നും മെല്ലെ എഴുന്നേറ്റു. ശേഷം പഴയപടി തന്നെ തുടരുന്ന തൻ്റെ സുഹൃത്തിനടുത്തേക്ക് ചുവട് വെച്ച് നിന്നു. ടെസി ഇരിക്കുന്ന അതേ ദിശയിലേക്ക് തിരിഞ്ഞ് അവളോടൊപ്പം നിന്നുകൊണ്ട്. ഹണിക്ക് തൻ്റെ കൈകളിന്മേലുള്ള അധികാരം നഷ്ടമാകുന്നത് പോലെ തോന്നി. അടുത്ത നിമിഷം അങ്ങനെ തന്നെ തുടരവേ ടെസിയെ അവൾ കൈകളാൽ തന്നോട് ചേർത്തു. ഇരുവരും ചേർത്തെന്ന് പറയാം. ടെസിയുടെ നെറുകയിൽ ആശ്വസിപ്പിക്കുന്നതിൻ്റെ തുടർച്ചയെന്ന വിധം ഒന്ന് ചുംബിച്ചു ഹണി. ശേഷം കുനിഞ്ഞങ്ങനെ തുടരുമ്പോൾ തന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പുള്ളിക്കാരൻ സന്തോഷമായാണ് തിരിച്ചു പോയത്. നീ എനിക്ക് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത്. ഇങ്ങനെയൊന്ന് നിർത്തിയ ശേഷം അതേപടി തുടരവേ തന്നെ സ്വന്തം കണ്ണുകൾ ഇറുക്കിയടച്ച് താട ടെസിയുടെ നെറുകയിൽ മുട്ടിച്ച് ഒന്നുകൂടി അവളെ തന്നോട് ചേർത്ത് ഹണി പറഞ്ഞു, യു നോ, ആക്ച്വലി ഐ ആം വെരി ഹാപ്പി വിത്ത് മൈ സൺ നൗ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു മൈ ഡിയർ. പൂർത്തിയാക്കുവാനാകാതെ ഹണി ഇങ്ങനെ തുടർന്നപ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ടെസിയും അവളുടെ നെഞ്ചിലേക്ക് ചായ്ഞ്ഞു. അഫെയർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.